വെറും 3 ദിവസങ്ങൾ കൊണ്ടാണ് ഔസേപ്പച്ചൻ അനിയത്തിപ്രാവിലെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തതെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? വെൽക്കം ടു ട്യൂസ്ഡേ ട്രിവിയ. ദിസ് ഇസ് ആർജെ സ്നേഹ. അങ്ങനെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തതിന് ശേഷം സ്ക്രിപ്റ്റിൽ ഒരു മാറ്റം വരികയാണ്. ഫാസിൽ സാറ് കുറച്ച് സീൻസും കൂടെ ആഡ് ചെയ്ത സീൻസിന് ഒരു പാട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പാട്ടിൽ കുറച്ച് പ്രണയവും കുറച്ച് വിരഹവും രണ്ടും വേണമെന്ന് പറയുന്നു. അങ്ങനെ പാട്ട് എഴുതാൻ എസ് രമേശൻ നായരും കമ്പോസ് ചെയ്യാൻ ഔസേപ്പച്ചനും ഒരുമിച്ചിരിക്കുന്നു. കഥാസന്ദർഭം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എസ് രമേശൻ നായരുടെ മനസ്സിൽ വന്ന ഒരു വരി അങ്ങോട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടലാസ് തുണ്ടെടുത്ത് എഴുതുന്നു. ആ വരി ഔസേപ്പച്ചൻ വായിക്കുന്നതേ ഒരു ഈണത്തിലാണ്. ആ ഈണം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ എസ് രമേശൻ നായർ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഔസേപ്പച്ചൻ ഇരുന്ന് മൂളാണ്, ഒരു ട്യൂൺ ഇങ്ങനെ ഇരുന്ന് മൂളാണ്. ആ ട്യൂണിനനുസരിച്ചിരുന്ന് രമേശൻ നായർ പാട്ട് എഴുതി തീർത്തു. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയൊരു പാട്ടാണ് എക്കാലത്തെയും ഹിറ്റായ, ഈവൻ 2 decades കഴിഞ്ഞിട്ട് പോയും നമ്മുടെ ഫേവറേറ്റായി മാറിയ ഈ ഒരു പാട്ട്. നിനക്കൊരു ഗാനം, ഓ പ്രിയേ